ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നൊരു വീഡിയോ ആണല്ലോ അത്. അതിന്റെ ട്രെൻഡ് കഴിയാറായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പം ഞാനും ഒരു വീഡിയോ അതിൻ്റെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് എന്റെ കൂടെ വീഡിയോ ചെയ്യാൻ വരുന്നത് എന്റെ കസിനാണ്. അവളെ പേര് രഹിന എന്നാണ്. ഇപ്പം CA പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ററൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ 3 പേരാണെങ്കിൽ നമുക്ക് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഇവിടെ 2 പേരേ ഉള്ളു. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ കുറിച്ചുള്ള 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവളോട് ചോദിക്കും, ഇവളെ കുറിച്ചുള്ള 10 ക്വസ്റ്റ്യൻ ഇവൾ എന്നോട് ചോദിക്കും. അപ്പൊ നമ്മൾ തമ്മിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും പറയും നമ്മൾ തമ്മിൽ ഭയങ്കര ബോണ്ടുള്ള കസിൻസ് എന്നാണ് പറയുന്നത് പൊതുവേ. അപ്പൊ അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇത് കുറെ പേരുമായിട്ട് ഇങ്ങനെ ഈ ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറെ പേരെ സമീപിച്ചു. അപ്പൊ എന്റെ താത്തായും ഭാവിയും കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവർ സമ്മതിച്ചില്ല. പിന്നെ കാക്ക വന്നപ്പോ കാക്കായും താത്തായും കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പോഴും അവരാരും സമ്മതിച്ചില്ല. അപ്പൊ ഫൈനലി ഒരാള് എനിക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവളെ കൊണ്ട് അവള് ഗതികേടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം വീഡിയോ നമുക്ക് ഇവിടെ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ മൈൻഡ് മാറുന്നതിന് മുന്നേ പെട്ടെന്ന് ഇന്ന് തന്നെ വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവളോട് ചോദിക്കാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആസിയ. കറക്റ്റാണ്. അപ്പം ഇനി നീ നിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കും. എന്റെയോ? എന്റെ ഫേവറേറ്റ് ഫുഡ് ചോക്ലേറ്റ്സ് അതാണോ ഉദ്ദേശിച്ചത്? ഫുഡ് വേറെ വല്ലതാണോ ഉദ്ദേശിച്ചത്? ചോക്ലേറ്റ്സ്. പിന്നെ ചോക്ലേറ്റ്സ്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം പഠിച്ച സ്കൂൾ, എന്റെ ഫസ്റ്റ് സ്കൂൾ ഏതാണ്? ഇൻഫന്റ് ജീസസ്. അറിയാമോ? ഞാൻ വിചാരിച്ചു എനിക്ക് ഓർമ്മയാണ്. അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്റെ അടുത്ത് ചോദിച്ചു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവള് എന്നെ പോലല്ല, ഇവക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരാളുടെ പേര് ഏറ്റവും കൂടുതൽ നിനക്ക് അറിയാവുന്ന ഒരാളുടെ പേര് പറഞ്ഞത്. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഗസ് ചെയ്യുന്നു തസ്ന തന്നെ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ ആദ്യത്തെ ജോലി എന്തുവായിരുന്നു? മൈ ഫസ്റ്റ് ജോബ് കിട്ടിയതോ? മറ്റേ വാട്ടറിന്റെ പോയിട്ടുള്ള കൂടുതൽ ജോബായിട്ട് പോയത് അതിനാണ്. പിന്നെ അല്ലറ ട്യൂഷനൊക്കെ വീട്ടിൽ പണ്ട് കൊച്ചിലേക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ട്യൂഷനാണ് എനിക്ക് ആദ്യം ഒരു സാലറി കിട്ടി എന്നൊക്കെ പറയുന്നൊരു ജോലി അതാണ്. പിന്നെ അപ്പൊ നീ ചോദ്യം. എന്റെ ഫസ്റ്റ് ജോബല്ല, ജോബായിട്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല. എങ്കിലും ഒരു ഫസ്റ്റ് എനിക്കൊരു ഞാൻ ചെയ്തതിനൊരു സാലറി പോലെ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയ ഒരു സംഭവം. അത് മറ്റേ കൊച്ചിയിൽ ഇപ്പം ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത അല്ല? അത് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. അതിനു മുന്നേ എനിക്കൊരു അതൊരു ജോബ് എന്ന് പോലും കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാലറി കിട്ടി. സാലറി അല്ല, ഒരു പേയ്മെന്റ്. കൊച്ചിയിലാണോ? കൊച്ചിയിലല്ല, ഇവിടെ കൊച്ചിയിൽ പോകുന്നതിന് മുന്നേ. അപ്പൊ എനിക്ക് കൊളത്തൂപ്പിലെ മാമി ട്യൂഷൻ എടുക്കുമ്പോ കൂടുതൽ അല്ല, അത് പിന്നെ വേണോ? അത് സാമൂഹ്യ സേവനം വരുന്ന. ഓ ശരി. അവിടെ NCCക്ക് ഇതിന് പോയി, വോട്ടിന് ഇലക്ഷന് പോയപ്പം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നീ എല്ലാവർക്കും ലഡു ഒക്കെ അതിനുശേഷമാണ് ആർട്ടിക്കിൾഷിപ്പ്. അത് സാലറി അല്ല. അത് ഞാൻ മറന്നു. NCC വരെ ഞാൻ മറന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഫസ്റ്റ് ഇത് ഇവള് പറയാൻ സാധ്യത കുറവാണ്, ഓർമ്മ കാണത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പിക്നിക്ക് സ്കൂളിൽ നിന്ന് ടൂറിന് പോയത് എവിടെയായിരിക്കും? അറിയാൻ വഴി കുറവാണ്. ആദ്യം പോയത് ഹാപ്പി ലാൻഡോ വീഗാലാൻഡോ അല്ല, വീഗാലാൻഡിൽ പോയിട്ടുണ്ട്. ചിലപ്പോ ഇവക്ക് വീഗാലാൻഡിൽ പോയതേ ഓർമ്മ കാണത്തുള്ളു. ഫസ്റ്റ് പോയത് അരിപ്പ തന്നെ. അല്ലല്ല, ഞാൻ ദൂരെയാണോ? കുറച്ച് ദൂരം. ഇവിടെ നിന്ന് ഓർമ്മ കാണത്തില്ല. കാരണം ഞാൻ 3ാം ക്ലാസ്സിലാണ് പോയത്. ഞാൻ 3ൽ പഠിക്കുമ്പോ ഇവള് 1ലാണ്. അപ്പൊ ഇവക്ക് എന്തായാലും ഓർമ്മ കാണത്തില്ല. ഞാൻ കന്യാകുമാരിയിലാണ് ആദ്യം ടൂറിന് പോയത്, ഇൻഫന്റ് ജീസസിന് പോയത്. എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്റെ ക്വസ്റ്റ്യനോ? ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം. ക്രീപ്പി തിങ്സ്. ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും കുരുത്തക്കേട് വെക്കായിരുന്നു. അപ്പൊ ചെയ്ത് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് കടിക്കുക എന്നുള്ളത്. എവിടെയെങ്കിലും പോയി പിള്ളേരെയൊക്കെ കടിക്കുക. പിന്നെ അതാണ്. പിന്നെ തലയിലെ ബോ, അങ്ങനെ സ്ലൈഡ്, മറ്റു കുട്ടികളുടെ തലയിൽ സാധനങ്ങൾ എടുത്തെറിയുക.
നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നത്. പിന്നെ ഉപദ്രവിക്കാറൊക്കെ ആയിരുന്നു. ഏതാണ് നീ ഉദ്ദേശിച്ചത്? ഏതാണ്? അല്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചില്ല. നീ എന്താ പറയുന്നത്? എല്ലാരും ഇപ്പോഴും ഇപ്പോഴും ഈ വയസ്സിലും എല്ലാരും അത് പറഞ്ഞ് കളിയാക്കുന്നതാണ്. എന്റെ ഫേവറേറ്റ് കളർ ഏതാ? ഫേവറേറ്റ് കളർ എനിക്ക് തോന്നുന്നു പേസ്റ്റൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഇപ്പം വെഡിങ്ങിനൊക്കെ ആണെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് വെഡിങ് ഇങ്ങനെ അനുഷ്ക ശർമ്മയുടെ ഒക്കെ ആ ലഹങ്ക, ആ ഒരു പേസ്റ്റൽ കളേഴ്സ് അന്ന് എനിക്ക് പറഞ്ഞു. പക്ഷെ പേസ്റ്റൽ കളർ എനിക്ക് പേസ്റ്റൽ കളറാണ് ഇഷ്ടം. പക്ഷെ മുമ്പ് നിനക്ക് അറിയായിരുന്നു, ഇപ്പൊ മറന്നിരിക്കുക. റെഡ്. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഹോട്ടാണോ കോൾഡാണോ കൂടുതൽ ഇഷ്ടം? കോൾഡ്. മൂവി ഓർ സ്പോർട്സ്? സ്പോർട്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ രണ്ടും ഒരേപോലെയാണ്. മൂവി അങ്ങനെ മൂവി വലുതായിട്ട് കാണത്തില്ല. എന്റെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ടീച്ചറോ റാണി ടീച്ചറോ വല്ലതാണോ? അല്ലല്ലോ. അല്ല, ടീച്ചർ എന്ന് ഉദ്ദേശിച്ച് പഠിപ്പിച്ച ടീച്ചർ തന്നെയാണോ അതോ നമ്മുടെ അല്ലാതെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഫേവറേറ്റ്? അറിയത്തില്ല. ഞാൻ അടുത്ത സ്കൂളിൽ പഠിപ്പിച്ച സജീവ് സാർ. എനിക്കറിയേയില്ല. അറിയത്തില്ലായിരിക്കും. ബീച്ച് ഓർ ഹിൽ സ്റ്റേഷൻ? ബീച്ച്. അതെ, സത്യം. എന്റെ ഫേവറേറ്റ് ഫുഡ്, ഈ ഇടയ്ക്കുള്ളൊരു കഴിഞ്ഞ മാസം നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് ഫുഡ്. നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ ആ ഫുഡിന് മുന്നിരുന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു. ബിരിയാണി തന്നെയാണോ? ഞാൻ കുറച്ചുകൂടെ ആഴ്ന്നിറങ്ങി ചിന്തിച്ചു. എന്റെ പിന്നെ എനിക്ക് സാരി ഓർ ജീൻസ്? ജീൻസ്. ഇനി ഞാൻ കുറച്ച് ടഫിലോട്ട് കിടക്കണം. പക്ഷെ ഇവള് പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ വെഡിങ് ഡേറ്റ് എന്നാണ്? അജ്മിത്താത്താണ് ജാനുവരി. അജ്മിത്താത്ത കഴിഞ്ഞൊരു 6 months എന്തോ അജ്മിത്താത്ത എന്തോ എനിക്ക് ജനുവരിയിൽ കുറെ പേരുടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല 2-3 പേരുടെ എന്റെ ഉമ്മച്ചിയുടെ ഫാമിലിയിലാണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അത് എനിക്ക് കറക്റ്റ് അറിയാം. അത് കഴിഞ്ഞൊരു 6 months ഒക്കെ കൊറോണ സമയമായിരുന്നു, എന്റെ എക്സാം സമയമായിരുന്നു. എനിക്ക് എന്റെ എക്സാം ആയിരുന്നു, യൂണിവേഴ്സിറ്റിയിലെ എക്സാം ആയിരുന്നു. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. കല്യാണം തലേന്ന് നമ്മള് അടിച്ചു പൊളിച്ചിട്ട് പിറ്റേന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സെം എക്സാം ആയതുകൊണ്ട് അതും ഏത് കറക്റ്റ് മന്ത്സ് അറിയില്ല. ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ളതാണ് കറക്റ്റ്. ജനുവരി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ ഏത് മന്താണ്? ജൂണോ? ജൂൺ. ഡേറ്റ് അറിയില്ല. സോറി ഹനിസക്ക, സോറി. ഡേറ്റ് 28. ഓക്കെ. അല്ല, ഞാൻ പണ്ടോട്ടെ അങ്ങനെ ഡേറ്റ്സ് ഒന്നും അങ്ങനെ ഓർത്ത് അങ്ങനെ വെക്കാറില്ല. എന്റെ ഞാൻ ബുക്കൊക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തില്ല. ഞാനിപ്പോ പെട്ടെന്ന് ബോളിവുഡ് ഓർ മോളിവുഡ്? എനിക്ക് മോളിവുഡ്. അല്ല, ബോളിവുഡ്. സിനിമ ഞാൻ കൂടുതൽ ബോളിവുഡ് ആണ്. എന്നിട്ട് ഇവള് ആലിയ ഭട്ടിന്റെ മോളെ ഫോട്ടോ റിവീൽ ആയതിന്റെ അന്ന് എന്റെ അടുത്ത് ചോദിച്ചതാണ് ഈ രൺബീർ കപൂറും കരീന കപൂറും തമ്മിലുള്ള റിലേഷൻ. അല്ല, അത് കസിൻസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചത് കറക്റ്റ് അച്ഛന്റെ തന്നെ അനിയന്റെ മക്കൾ അവരുടെയൊന്നും അങ്ങനത്തെ ഹിസ്റ്ററി എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ സിനിമ കാണൽ തന്നെ വളരെ കുറവാണ്. പക്ഷെ കാണുമ്പോ എനിക്ക് ബോളിവുഡ് മൂവീസ് ആണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ സിനിമ കാണാറില്ല, സിനിമ കുറവാണ്. അൺബിലീവബിൾ. എന്നുവെച്ചാ ഇപ്പം കൊറേ എന്താ ലവ് മൂവീസ് ഒക്കെ ഉള്ളത് ബോളിവുഡ് തന്നെയാണ്. പിന്നെ ഞാൻ എന്റെ ഡ്രീം CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക എന്നുള്ളതാണ്. അന്ത്യാഭിലാഷം. അങ്ങനെ പിന്നെ നിന്നെയല്ലേ?
ഫുൾ പ്രിപ്പയർഡ് ആയിട്ട്. കാർ ഓർ ബൈക്ക്? ഐ പ്രിഫർ കാർ ഓർ ബൈക്ക്. പ്രിഫർ ചെയ്യുന്ന കാർ ആയിരിക്കും, പക്ഷെ ഡ്രൈവ് ചെയ്യാൻ കുറച്ചുകൂടെ ഇഷ്ടം സ്കൂട്ടി. സ്കൂട്ടി 2 വീലർ ആണ്, പക്ഷെ എനിക്ക് ഇഷ്ടം കാറാണ്. ട്രാവൽ ചെയ്യാൻ കാറാണ്. ട്രാവൽ ചെയ്യാൻ കാറാണ് ഇഷ്ടം. മൂവീസില് ഹൊറർ ഓർ റൊമാൻറ്റിക്? ഈസി ക്വസ്റ്റ്യൻ. നമ്മളെ കുടുംബത്തിലെ ഏത് കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ച് വെച്ചാലും പറയും റൊമാൻറ്റിക് തന്നെ. എനിക്ക് ഹൊറർ ഇവക്ക് അടുത്തൂടെ പോകാൻ പേടി, ഭയങ്കര പേടിയാണ്. രാത്രി ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കത്തില്ല, നല്ല പേടിയാണ്. ഹൊറർ നെവർ. അതുകൊണ്ട് റൊമാൻറ്റിക്. എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു കേട്ടോ. ഇനി ഞാൻ ചോദിക്കാം. ഇത് ഞാൻ ഒരു ഇതായിട്ട് ചോദിക്കാം. ഒക്കെ അറിയാമോ, മറന്നുപോയോ അറിയാമോ എന്ന് എനിക്കറിയാൻ വയ്യ. നമ്മള് കസിൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിലേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മായും എന്റെ ഉമ്മയുടെ സഹോദരന്റെ മോളാണ് ഇവള് എന്ന് പറഞ്ഞാൽ അവര് ബ്രദറും സിസ്റ്ററും ആണ്. അപ്പൊ നമ്മള് കോമൺ നമുക്കൊരു ഗ്രാൻഡ് പേരൻസ് ഉണ്ടല്ലോ, അതല്ലാതെ എന്റെ വാപ്പാടെ ഉമ്മയുടെ പേരെന്തോ? എന്റെ വാപ്പാടെ പേര് പറഞ്ഞാൽ അവള് അറിയും, കാരണം അതാണ് എന്റെ യൂട്യൂബിന്റെ പേര്, അതുകൊണ്ട് അത് ഈസി ആയിട്ട് പറയും. എല്ലാരും വാപ്പാടെ പേര് സാലി എന്നാണ്. വാപ്പാടെ ഉമ്മയുടെ പേര് എല്ലാരും ഉമ്മച്ചിപ്പൊന്നെന്നാ വിളിക്കുന്നത്. ഞാൻ മാത്രം വാപ്പിയുടെ മാമി ആയതുകൊണ്ട് വാപ്പി മാമി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാം മരിച്ചുപോയി. പേര് ഞാൻ ജനിച്ചു വളർന്നപ്പോ തൊട്ട് വാപ്പി മാമി ആരും പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. കാരണം ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ച സമയം തൊട്ട് മൂത്ത ആരും അങ്ങനെ ഇല്ലല്ലോ, എല്ലാരും കൊച്ചുമക്കളും മക്കളും ഒക്കെ അല്ലേ. അതുകൊണ്ട് പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പേരെനിക്ക് എന്റെ ക്വസ്റ്റ്യൻ തീർന്നു. എനിക്ക് ലവ് മാരേജ് ഒരു അറേഞ്ച് മാരേജ് എനിക്ക് ഞാൻ എങ്ങനാണെന്നല്ല ഇഷ്ടം. ലവ് മാരേജ്. ഹോം ഓർ ഔട്ട്സൈഡ് പോകുന്നതാണ് ഇഷ്ടം, വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് ഇഷ്ടം? ചിന്തിക്കാൻ. പിന്നെ ഇനി നീ ചെയ്തു. സ്പൈസ് ഓർ സ്വീറ്റ്? സ്വീറ്റ്. അതൊന്നൊരു ചോദ്യമല്ല, അതിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രല്ല ഇവിടെ എല്ലാവരും ക്വസ്റ്റ്യൻ. ഇനി അതിപ്പോ പറഞ്ഞല്ലോ സ്വീറ്റാണ് ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്? പേളിമാണി. പേളിമാണി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് കറന്റ്ലി ഫേവറേറ്റ് ആയത് ഞാൻ ഇവളുടെ അടുത്തും നിങ്ങളുടെ അടുത്തും കൂടെ പറയാണ് തനി മലയാളി. അറിയാമോ? തനി മലയാളി എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.